ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ അക്കാഡമി. ഞാനും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ NIOSന്റെ ബയോളജി സബ്ജക്റ്റുമായിട്ടാണ്. എന്താണ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഒറിജിൻ, എവല്യൂഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ ആണ്. ഒറിജിൻ ഓഫ് ലൈഫ്, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒറിജിൻ ഓഫ് ലൈഫ് എന്താന്ന് പറഞ്ഞിട്ടാണ്. ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അപ്പിയറൻസ് ഓഫ് എ സിംപ്ലസ്റ്റ് പ്രൈമോർഡിയൽ ലൈഫ് ഫ്രം ദ നോൺ ലിവിങ് മാറ്റർ. ഒരു നോൺ ലിവിങ് മാറ്ററിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ജീവന്റെ ഉത്ഭവത്തിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തിയറീസ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് കീമോസിന്തറ്റിക് തിയറി എന്ന് പറയുന്നത്. കീമോസിന്തറ്റിക് തിയറിയിൽ നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ചിട്ട് 4 സ്റ്റേജുകളായിട്ടാണ്, 1 to 4 സ്റ്റേജുകളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഒറിജിൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അവിടെ എന്താണ്? എവല്യൂഷൻ ആണ്, അല്ലെങ്കിൽ പരിണാമമാണ്. ഉണ്ടായ ജീവിയിൽ നിന്നൊരു എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം വന്ന് പുതിയൊരു ജീവിയായിട്ട് മാറണം. ഓക്കെ, അപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഗ്രാജുവൽ ഫോർമേഷൻ ഓഫ് എ കംപ്ലീറ്റ് ഓർഗാനിസം ഫ്രം ദ സിമ്പിൾ വൺ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഓർഗാനിസത്തിൽ നിന്നൊരു കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് മാറുന്ന ആ ഒരു ഗ്രാജുവൽ ഫോർമേഷനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ എവല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടായെന്ന് കാണിക്കുന്ന ഒരുപാട് എവിഡൻസ് നമുക്ക് അവൈലബിൾ ആണ്. മോർഫോളജിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എംബ്രിയോളജിക്കൽ ആയിട്ടുള്ള, പാലന്റോളജിക്കൽ ആയിട്ടുള്ള, മോളിക്കുലാർ ആയിട്ടുള്ള ഒരുപാട് എവിഡൻസ്, ബയോമോളിക്കുലാർ ലെവലിലും ഒരുപാട് എവിഡൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ എവല്യൂഷൻ ഓഫ് മെക്കാനിസം അല്ലെങ്കിൽ എവല്യൂഷൻ മെക്കാനിസത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ഡാർവിൻ ആണ്. ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് അദ്ദേഹം എവല്യൂഷൻ ഓഫ് തിയറി അല്ലെങ്കിൽ എവല്യൂഷൻ മെക്കാനിസത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എവല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു കാരണം വേണം, അല്ലെങ്കിൽ ആ എവല്യൂഷനെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഫാക്ടർ വേണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് വാരിയേഷൻസ്, നമ്മുടെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, അതുപോലെയുള്ള ഒരുപാട് വാരിയേഷൻസ്. അതുപോലെ തന്നെ ഐസൊലേഷൻ, നാച്ചുറലി ഐസൊലേറ്റ് ആയി പോവുക, നമ്മുടെ ഡൈനോസറിനൊക്കെ പോലെ ഐസൊലേറ്റ് ആയി പോവുക. അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ, ചില ആളുകൾ അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിനെ മാത്രം നാച്ചുറൽ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഫോഴ്സസിൻ്റെ എഫക്റ്റ് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? എവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും എവല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ മാത്രമുള്ള ജീവജാലങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഓരോന്നോരോന്ന്, അതായത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ മാത്രമേ ഉള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറും. ആ ഒരു പ്രോസഷൻ അല്ലെങ്കിൽ ആ എവല്യൂഷൻ ഓഫ് എ ന്യൂ സ്പീഷ്യസിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ നടക്കാൻ പോകുന്നത്? ക്ലാസിഫിക്കേഷൻ ആയിരിക്കും, അല്ലേ? അതായത് ഒരേ സ്വഭാവമുള്ള ജീവജാലങ്ങളെ മാത്രം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ മാറ്റുക, ഡിസിമിലർ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് അവരെ പല പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക. അങ്ങനെ നമ്മൾ സയൻറ്റിഫിക്കലി അവരെ തരംതിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സോണമി നടത്തുന്നത് certain റൂൾസ് ബേസ് ചെയ്തിട്ടാണ്, ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ടാക്സോണമി നടത്തുന്നത്. ആസ് എ ടാക്സോണമി അല്ലെങ്കിൽ ടാക്സോണമി പ്രകാരം നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് മെയിൻലി 5 ഡിവിഷൻസ് ആയിട്ടാണ്. ഏതാണ്? ജീൻസ് ഉണ്ട്, ജീനസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഉണ്ട്, ഓർഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഫൈലം ഉണ്ട്. ഇങ്ങനെ 5 ഗ്രൂപ്പുകളായിട്ടാണ് മെയിൻലി നമ്മൾ ഓർഗാനിസംസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ജീവജാലങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്നതാണ്, അല്ലേ? വേൾഡ് വൈഡിൽ നമുക്ക് കാണപ്പെടുന്നതാണ്. അപ്പോൾ വേൾഡ് വൈഡിൽ ഇവരെ അറിയപ്പെടാൻ ഇവർക്കൊരു നെയിം വേണം. അങ്ങനെ അവർക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെയിം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഈ ബൈനോമിയൽ എന്ന് പറയാൻ കാരണം ഇവരുടെ പേര് 2 സെക്ഷനുകളായിട്ടാണ് നമ്മളോട് നെയിം ചെയ്യുന്നത്. ഒരു ജീനിയസ് നെയിമും ഉണ്ടാവും, ഒരു സ്പീഷ്യസ് നെയിമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും രണ്ട് നെയിമും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് നെയിം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാംഗോയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക. ഈ മാഞ്ചിഫറ ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ ജീനസ് നെയിമിനെയാണ്, ഇൻഡിക്ക ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഷ്യസ് നെയിമിനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പേര് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും സയൻറ്റിഫിക് നെയിം പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രൊകാരിയോട്ടിനെ കുറിച്ചും യൂകാരിയോട്ടിനെ കുറിച്ചുമാണ്. എന്താണ് പ്രൊകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ വേൾഡിൽ ആദ്യമായിട്ട് ഉത്ഭവിച്ച ഒരു
എന്താണ് ഒരു ഓർഗാനിസമാണ് പ്രൊക്കാരിയോട്ട് എന്ന് പറയുന്നത്. ഇസ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ. അത് ബാക്ടീരിയ ആണ്, അതിന് ന്യൂക്ലിയസ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ന്യൂക്ലിയസ് ഇല്ലാത്ത ബാക്ടീരിയാസിനെ നമ്മൾ പ്രൊക്കാരിയോട്ട് എന്നും, അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉള്ള പ്രൊക്കാരിയോട്ട് അല്ലാത്ത ബാക്കി എല്ലാ ഓർഗാനിസത്തിനും നമ്മൾ യൂക്കാരിയോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് 5 കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. 5 കിങ്ഡം അത് ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ടാവാം, അവരുടെ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ജീവജാലങ്ങളെ 5 കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ കിങ്ഡംസ്? മൊണീറ, പ്രോട്ടേസ്റ്റിയ, ഫഞ്ചൈ, പ്ലാന്റിയ ആൻഡ് അനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റീസും ഇവരുടെയൊക്കെ എക്സാമ്പിൾസും നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് ടോപ്പിക് ഫ്രം അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ദ വൈറസ്. നമ്മുടെ ഇവാൻ മോസ്കി കണ്ടുപിടിച്ചിട്ടുള്ള 10 നാനോമീറ്റർ ടു 30 നാനോമീറ്റർ സൈസ് വരെയുള്ള ഏറ്റവും ചെറിയ ഏറ്റവും വലിയ ജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അവർ കോസ് ചെയ്യുന്ന ഒരുപാട് ഡിസീസസ്, പല വൈറസുകൾ കാരണമായിട്ടുള്ള ഒരുപാട് ഡിസീസസും ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വൈറോയിഡിനെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന പോർഷൻസ്. ഇത് കൂടാതെ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നെയിം എ കെമിക്കൽ കോമൺ ടു വൈറസസ് ആൻഡ് ഓൾ അതർ ഓർഗാനിസംസ്. വൈറസിനും അതുപോലെ തന്നെ മറ്റെല്ലാ ഓർഗാനിസത്തിനും കോമൺ ആയിട്ടുള്ള ഒരു കെമിക്കൽ നെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് കെമിക്കൽ? നമ്മൾ വൈറസ് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്ന ഒരു പോർഷനാണ്. ഇറ്റ്സ് എ കോമൺ പോർഷൻ അല്ലെങ്കിൽ കോമൺ കെമിക്കൽ എന്ന് പറയുന്നത് ഇസ് ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. വൈറസിനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് give a 2 example from the molecular biology which support the organic evolution. ഓർഗാനിക് എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന മോളിക്കുലാർ ബയോളജിയിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എവല്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എവിഡൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മോളിക്കുലാർ ബയോളജിയിലുള്ള ഏതെങ്കിലും 2 എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദ all organism have a cell as the basic unit of life. എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണെന്നുള്ളത് അതൊരു എവിഡൻസ് ആണ്. അതുപോലെ തന്നെ DNA ഈസ് ദ ഹെറിഡിറ്റി മെറ്റീരിയൽ ഓഫ് ഓൾ ഓർഗാനിസം എക്സെപ്റ്റ് ഫോർ സം വൈറസസ്. ചില വൈറസുകൾ ഒഴികെ ബാക്കി എല്ലാ ഓർഗാനിസത്തിനും കോമൺ ആയിട്ടുള്ള ഒരു ഹെറിഡിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മോളിക്കുലാർ ബയോളജിയിൽ നിന്നുള്ള നമ്മുടെ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന 2 എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള പോർഷൻസ്. ഇത് ജസ്റ്റ് ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റും ലഭിക്കാൻ വേണ്ടിയിട്ടും അഡ്മിഷന് വേണ്ടിയിട്ടും നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ